ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് പേര് ആവശ്യപ്പെടുന്നത് 45,000 രൂപയുടെ ബഡ്ജറ്റിൽ ഒരു ഫുൾ പി സി സെറ്റപ്പ് വേണമെന്നുള്ളതാണ്. അപ്പോൾ 45,000 രൂപയുടെ ബഡ്ജറ്റിൽ നമ്മൾ ഒരു ഫുൾ പി സി സെറ്റപ്പ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമുക്കൊരു ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റിൽ, അതായത് അത്യാവശ്യം നല്ല പവർഫുൾ ആയ ഒരു പി സി ബിൽഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാര്യം ഈ നമ്മൾ ഒരു 50K ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പി സി ബിൽഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഗെയിമിങ്ങും സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ 45,000 രൂപയുടെ ബഡ്ജറ്റിൽ നമ്മൾ ഒരു മോണിറ്റർ, കീബോർഡ്, ഹെഡ്സെറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇതായിരിക്കും. പക്ഷേ നമുക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇന്നത്തെ വീഡിയോയിലുള്ള നമ്മൾ ഈ ഒരു പി സിയിൽ നമുക്ക് അത്യാവശ്യം ഗെയിമിംഗ് ഒക്കെ ചെയ്യാം, അതുപോലെ തന്നെ 720pയിലൊക്കെ നമുക്ക് ചെറിയ രീതിക്ക് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു പി സി ബിൽഡിൻ്റെ ബെഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്. സോ എന്തായാലും നമുക്ക് ഈ ഒരു പി സിക്കകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പാർട്സ് ഏതൊക്കെയാണ് അത് തന്നെ നോക്കാം. സോ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസസ്സർ നോക്കുകയാണെങ്കിൽ AMDയുടെ Ryzen 5 5600G APU ആണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം വളരെയധികം പവർഫുൾ ആയൊരു APU ആണ്. നിങ്ങൾ ഒരിക്കലും തള്ളിക്കളയേണ്ട കാര്യമില്ല ഇത് ജസ്റ്റ് ഒരു APU ആണെന്ന് പറഞ്ഞിട്ട്. കാര്യം ഇതിനകത്ത് 6 കോറും 12 ത്രെഡുമാണ് വരുന്നത്. ഇതിൻ്റെ ബേസ് ക്ലോക്ക് വരുന്നത് 3.9 GHz, ടെർബോ വരുന്നത് 4.40 GHz ആണ്. ഇതിനകത്ത് ഇൻബിൽഡ് റേഡിയോൺ വേഗ 7 ഗ്രാഫിക്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റേഡിയോൺ വേഗ 7 ഗ്രാഫിക്സ് 1030 ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതാണ്. ഓൾമോസ്റ്റ് അതിനേക്കാളും പെർഫോമൻസ് ചില ഗെയിമുകളിലൊക്കെ കിട്ടുന്നതാണ്. അടുത്ത നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് നോക്കുകയാണെങ്കിൽ MSIയുടെ B450 Pro VDH Max എന്ന് പറയുന്ന മദർ ബോർഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 4 RAM സ്ലോട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് M.2 SSD സ്ലോട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇൻബിൽഡ് വൈഫൈയും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു കുറഞ്ഞ ചിലവിൽ നമുക്ക് 4 RAM സ്ലോട്ടുള്ള മദർ ബോർഡ് കിട്ടും എന്നുള്ളതാണ്. അതൊരു വളരെ നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള MSIയുടെ മദർ ബോർഡാണ്. വൈഫൈ വേണമെന്ന് നിർബന്ധമുള്ളവർക്കാണെങ്കിൽ വൈഫൈ കാർഡോ ഡോങ്കിളോ ഒക്കെ യൂസ് ചെയ്യാം. അതിന് വലിയ ഒരുപാട് പ്രൈസ് ഒന്നും ആവുന്നതായിരിക്കില്ല. പക്ഷേ നിങ്ങൾ വൈഫൈ ഉള്ള മദർ ബോർഡ് ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രൈസ് കൂടുന്നതായിരിക്കും. സോ അടുത്ത നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന RAM എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ എല്ലാ ബിൽഡിലും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ADATA XPG Gamixൻ്റെ RAM ആണ്. എന്തുകൊണ്ട് ADATA എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സർവീസ് വളരെയധികം നല്ലതാണ്. അപ്പോൾ 8GB DDR4 3200 MHz RAM നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ നേരിടും. സോ നമ്മളിവിടെ 8GB RAM യൂസ് ചെയ്യുന്നുള്ളൂ. കാര്യം ഇത് 45,000 രൂപയുടെ ബഡ്ജറ്റിൽ നമുക്ക് നിർത്തിയേ പറ്റുള്ളൂ. അടുത്തതിനകത്ത് സ്റ്റോറേജ് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റോറേജാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. 500GBയുടെ M.2 NVMe ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് കിട്ടുന്നതായിരിക്കും. 2300 MB 940 MB/s ആയിരിക്കും ഇതിൻ്റെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത്. ക്രൂഷ്യലിൻ്റെ P1 എന്ന് പറയുന്ന ഒരു M.2 SSD ആണ്. ഫ്യൂച്ചറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ 1TBയുടെ SSD വേണമെങ്കിലും ആഡ് ചെയ്യാം. ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഫ്യൂച്ചറിൽ നിങ്ങളൊരു 1TBയുടെ SSD കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. ഹാർഡ് ഡിസ്ക് ഇപ്പോൾ ഒരുപാട് ഔട്ട്ഡേറ്റ് ആയിട്ട് വരികയാണ്. അല്ലെങ്കിൽ തന്നെ ഹാർഡ് ഡിസ്ക് സ്ലോ ആക്കുന്നതായിരിക്കും നിങ്ങളുടെ PC. അതുകൊണ്ട് എന്തുകൊണ്ടും ഫ്യൂച്ചറിൽ ഒരു 1TBയുടെ SSD ആഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. സോ അടുത്ത ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്ന പവർ സപ്ലൈ എന്ന് പറയുന്നത് ഡീപ് കൂളിൻ്റെ 450 വാട്ടിൻ്റെ 80+ സ്റ്റാൻഡേർഡ് പവർ സപ്ലൈ ആണ്. അപ്പോൾ നമ്മളവിടെ ഗ്രാഫിക്സ് കാർഡും കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് 450 വാട്ടിൻ്റെ പവർ സപ്ലൈ ധാരാളമായിരിക്കും. അതല്ല നിങ്ങൾ ഫ്യൂച്ചറിൽ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരു RTX 3050 അല്ലെങ്കിൽ 2060 ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു 450 വാട്ടിൻ്റെ പവർ സപ്ലൈ ധാരാളമായിരിക്കും. സോ ഇതിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കേസ് എന്ന് പറയുന്നത് ആൻറ്റി സ്പോർട്സിൻ്റെ ICE 120 AG എന്ന് പറയുന്ന ഒരു ക്യാബിനറ്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് RGB ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് 8 ഫാൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ 3 ഫാൻ ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ തന്നെ ടോപ്പിൽ 2 ഫാനും റെയർ ഫാൻ ഒന്നും. അതുപോലെ തന്നെ PC ഷ്രൗഡിൻ്റെ മോൾ ഭാഗത്ത് നമുക്ക് 2 ഫാനും കൂടെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ 8 ഫാൻസ് നമുക്ക് ഈ ഒരു ക്യാബിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ GTA 5ൽ 8GB RAM യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഗെയിം കളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹാർഡ്ലി നമുക്കൊരു 45 to 50 FPS ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിനകത്ത് സ്ട്രീം ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുള്ള ഒരു കാര്യമാണ്. നമുക്ക് 720pയിൽ മാത്രമേ സ്ട്രീം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതും വളരെ പാടായ ഒരു കാര്യമാണ്. കാര്യം ചെറിയ ലാഗും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. 16GB RAM യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു PC ഗെയിമും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സ്ട്രീമും ചെയ്യാം. സ്ട്രീം ചെയ്യുന്നത് അപ്പോഴും നമ്മളൊരു 720p അല്ലെങ്കിൽ 1080p ലോ സെറ്റിംഗ്സിലായിരിക്കും. കാര്യം ഗ്രാഫിക്സ് കാർഡ് ഇല്ലാത്തതുകൊണ്ട്. എന്തായാലും 8GB RAM നമുക്ക് തുടക്കത്തിൽ അത്യാവശ്യം നമുക്ക് ഗെയിമൊക്കെ കളിക്കാം, GTA 5 കളിക്കാം. അതുപോലെ നമുക്ക് വാലറന്റിൽ അത്യാവശ്യം FPS കിട്ടുന്നതായിരിക്കും. ഓൾമോസ്റ്റ് നമുക്ക് 60 FPS മുകളിലായിരിക്കും നമുക്ക് വാലറന്റിൽ കിട്ടുന്നത്. കാര്യം GT710നെക്കാളും അല്ലെങ്കിൽ GT1030യെക്കാളും പെർഫോമൻസ് ഈ ഒരു ഇൻബിൽഡ് വേഗ 7 ഗ്രാഫിക്സിൽ കിട്ടുന്നതായിരിക്കും. സോ ഈ ഒരു PCക്കകത്ത് നമുക്ക് അടുത്തത് മോണിറ്ററാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ മോണിറ്ററിന് ഞാൻ ഇവിടെ 2 ഓപ്ഷൻസ് പറയുന്നുണ്ട്. ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് Acerൻ്റെ നൈട്രോ സീരീസിൽ വരുന്ന മോണിറ്ററാണ്. ഇതൊരു അത്യാവശ്യം ഗെയിമിംഗ് ലുക്കുള്ള ഒരു മോണിറ്ററാണ്. 21.5 ഇഞ്ച് അതായത് 22 ഇഞ്ചിൻ്റെ ഒരു മോണിറ്ററാണ്. 1080p ഫുൾ HD ആണ് ഈ ഒരു മോണിറ്റർ വരുന്നത്. ഈ ഒരു മോണിറ്ററിൻ്റെ റീഫ്രഷ് റേറ്റ് വരുന്നത് 75 Hz 1 millisecond ആണ് ഇതിൻ്റെ റെസ്പോൺസ് റേറ്റ്.
പക്ഷേ ഇതൊരു IPS പാനലല്ല, ഇതൊരു VA പാനൽ മോണിറ്ററാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 178 ഡിഗ്രി വ്യൂയിങ് ആംഗിളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കിട്ടുന്നതായിരിക്കും. എന്നാലും നിങ്ങൾ സൈഡിൽ നിന്നൊക്കെ വ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം പെർഫെക്റ്റ് വ്യൂ ആയിരിക്കില്ല കിട്ടുന്നത്. നിങ്ങൾ സ്ട്രെയിറ്റ് ഇരുന്ന് യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് വ്യൂ കിട്ടത്തുള്ളൂ. കാര്യം ഇതൊരു VA പാനലാണ്. പക്ഷേ എന്തായാലും TN പാനലിനെക്കാളും ബെറ്റർ ആണ്. അതല്ലാതെ മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് AOCയുടെ 24 ഇഞ്ചിൻ്റെ IPS പാനൽ വരുന്ന മോണിറ്ററാണ്. ഇത് 75 Hz ആണ് ഇതിൻ്റെ റീഫ്രഷ് റേറ്റ്. റെസ്പോൺസ് റേറ്റ് എന്ന് പറയുന്നത് 8 millisecond ആണ്. അപ്പോൾ ഈ ഒരു മോണിറ്റർ കുറച്ച് പ്രൈസിയാണ്, ഏകദേശം 10,000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. പക്ഷേ വളരെ നല്ലൊരു മോണിറ്ററാണ്. 24 ഇഞ്ചിൻ്റെ മോണിറ്റർ നിങ്ങൾക്ക് 10,000 രൂപയുടെ ബഡ്ജറ്റിൽ കിട്ടുക എന്നുള്ളത് വളരെ പാടുള്ളൊരു കാര്യമാണ്. AOCയുടെ ഈ ഒരു മോണിറ്റർ മാത്രമേ വരുന്നുള്ളൂ. ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 9,000 രൂപ ആ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു 24 ഇഞ്ചിൻ്റെ മോണിറ്റർ മേടിക്കാൻ സാധിക്കും. സോ അടുത്ത നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കോമ്പോണൻ്റ് എന്ന് പറയുന്നത് കീബോർഡ് മൗസ് കോംബോ ആണ്. കീബോർഡ് മൗസ് കോംബോ ഇവിടെ നോക്കുകയാണെങ്കിൽ ആൻറ്റി സ്പോർട്സിൻ്റെ KM540 എന്ന് പറയുന്ന കീബോർഡ് ആൻഡ് മൗസ് കോംബോ ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു കീബോർഡിനകത്ത് ഇതൊരു മെക്കാനിക്കൽ കീബോർഡ് അല്ല, പക്ഷേ സെമി മെക്കാനിക്കൽ ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് RGB എഫക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. RGB വേണമെങ്കിൽ RGB ഉണ്ട്. അതുപോലെ തന്നെ ഈ കീ ക്യാപ്സിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് RGB കാണാൻ സാധിക്കും. പുറമേ അല്ല RGB കൊടുത്തേക്കുന്നത്, കീ ക്യാപ്സിൽ RGB വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മൗസ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മൗസ് തന്നെയാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. ബ്രെഡഡ് വയറാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് DPI മോഡ്സ് 4 DPI മോഡ്സാണ് ഈ ഒരു മൗസിൽ വരുന്നത്. 800, 1600, 2400, 3200 DPI മോഡ്സാണ് നമുക്ക് ഈ ഒരു മൗസിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു മൗസിലും RGBയും എഫക്ട്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ അടുത്ത നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഹെഡ്സെറ്റ് എന്ന് പറയുന്നത് കോസ്മിക് വെയ്റ്റിൻ്റെ ബ്ലേസർ എന്ന് പറയുന്ന ഹെഡ്സെറ്റാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തൊരു ഹെഡ്സെറ്റാണ്. പക്ഷേ എനിക്ക് ആ ഒരു ടൈമിൽ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അത് ഒരുപാട് മുമ്പ് ഞാൻ മേടിച്ചൊരു ഹെഡ്സെറ്റാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഡിസഡ്വാൻറ്റേജ് തന്നെ പറയാം. ഈ ഒരു ഹെഡ്സെറ്റ് നിങ്ങൾ അത്യാവശ്യം ടൈറ്റായ ഒരു ഫീലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ഇയർ കപ്സിൻ്റെ ഇവിടെ വയ്ക്കുമ്പോൾ തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഹെഡ്സെറ്റ് നിങ്ങൾ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ കൂടുതലൊക്കെ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇയർ കപ്സൊക്കെ ചെറിയ രീതിക്കൊക്കെ സ്വെറ്റ് ചെയ്യാവുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് ടൈറ്റ് ഫീൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഓവർ ദ ഹെഡ് നിങ്ങൾ വെക്കുമ്പോൾ, ഒരുപാട് നേരം യൂസ് ചെയ്യുമ്പോൾ. അടുത്ത ഈ ഒരു ഹെഡ്സെറ്റിൻ്റെ അഡ്വാൻറ്റേജസ്, അതായത് പ്രോസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഗെയിമിങ്ങിൽ കിട്ടുന്നത്. ഫുഡ് സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് വളരെ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. സിനിമ കാണാനാണെങ്കിലും വളരെ നല്ലൊരു എഫക്റ്റാണ് ഈ ഒരു ഹെഡ്സെറ്റിൽ നിന്ന് കിട്ടുന്നത്. വളരെ ക്വാളിറ്റി, വളരെ നല്ലൊരു ക്വാളിറ്റി സൗണ്ടാണ് ഈ ഒരു 750. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുമ്പോൾ വളരെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഹെഡ്സെറ്റ് തന്നെയാണ് കോസ്മിക് ബ്രൈറ്റിൻ്റെ ബ്ലേസർ എന്ന് പറയുന്ന ഈ ഒരു ഹെഡ്ഫോൺ. ആഫ്റ്റർ ഓൾ ഇതെല്ലാം നിങ്ങളുടെ ഒരു പേഴ്സണൽ ചോയ്സാണ്, ഹെഡ്ഫോണും കീബോർഡും മൗസും ഒക്കെ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.